ഇടുക്കി കാന്തല്ലൂരിന്റെ മണ്ണിൽ ജലസമൃദ്ധി ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ പണി കഴിപ്പിച്ച പട്ടിശ്ശേരി അണക്കെട്ടിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. 59 കോടി രൂപ ചിലവഴിച്ചാണ് അണക്കെട്ടിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കാന്തല്ലൂരിന്റെ കാർഷിക മുന്നേറ്റത്തിനായി ജലസമൃദ്ധി ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അണക്കെട്ട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. സ്ട്രോബെറിയും ക്യാബേജും വെളുത്തുള്ളിയും അടങ്ങുന്ന പച്ചക്കറികളും കരിമ്പും നെല്ലുമെല്ലാം സമൃദ്ധമായി വിളയുന്നിടമാണ് കാന്തല്ലൂർ. കാന്തല്ലൂരിന്റെ കാർഷിക മുന്നേറ്റത്തിനായി ജലസമൃദ്ധി ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പട്ടിശ്ശേരി അണക്കെട്ട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 10,000-ഓളം ആളുകൾക്ക് നേരിട്ടും 2,000-ഓളം ആളുകൾക്ക് പരോക്ഷമായും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 59 കോടി രൂപ ചെലവഴിച്ചാണ് അണക്കെട്ടിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അണക്കെട്ടിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ഘട്ടഘട്ടമായി അവിടുത്തെ ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളം തുറന്നു വിടുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യും. ഈ ഡാം വരുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്ത് കർഷകർക്ക് അതുപോലെ ഈ കാർഷിക മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രദേശത്തിൻ്റെ വളർച്ചയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വലിയൊരു പ്രൊജക്റ്റായിട്ടാണ് ഏറ്റെടുത്തത്. 2014 പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത്. 2014 ജൂലൈയിൽ കരാർ നടപടികൾ പൂർത്തീകരിച്ചു. 5 തവണ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് പുതുക്കി. 10,000 ടണ്ണിലധികം ഹൈഗ്രേഡ് സ്റ്റീൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കൊപ്പം കാന്തല്ലൂരിന്റെ ക്ഷീര സംരക്ഷണ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും പുതിയ അണക്കെട്ട് കരുത്താകും. വരും തലമുറകളുടെ കൂടി ആവശ്യം നിറവേറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ചെക്ക് ഡാമിന് പകരം പട്ടിശ്ശേരിയിൽ അണക്കെട്ട് തന്നെ യാഥാർത്ഥ്യമാക്കിയത്. അണക്കെട്ടിന് 140 മീറ്റർ നീളവും 33 മീറ്റർ ഉയരവുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.